മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് നടൻ പൃഥ്വിരാജ്. പൃഥ്വിരാജിന് ഒരു പ്രത്യേക വലയം തന്നെയുണ്ട്. നടൻ പൃഥ്വിരാജിൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന് വേണ്ടി വീണ്ടും പാടിയിരിക്കുകയാണ് ഏകമകളായ അലങ്കൃത. കഴിഞ്ഞ ദിവസമായിരുന്നു ഐ നോബഡി റിലീസ് ചെയ്തത്. പൃഥ്വിരാജും പാർവതിയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് മകളുടെ ഗാനം പങ്കുവച്ച് പൃഥ്വിയും ഭാര്യയായ സുപ്രിയയും എത്തിയത്. ജെയ്ക്സ് ബിജോയാണ് ഗാനം ഒരുക്കിയത്. നിമിഷ നേരം കൊണ്ടായിരുന്നു ലിറിക് വീഡിയോയുടെ ശ്രദ്ധ നേടിയത്. പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും പാരന്റിംഗ് ആണ് അഭിനന്ദനം കൊടുക്കേണ്ടത്. തൻ്റെ സിനിമകൾ കാണിച്ചില്ലെങ്കിലും മകളുടെ ഉള്ളിലെ കഴിവ് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുകയാണ് ഇരുവരും. പ്രാർത്ഥനയുടെ ശബ്ദം പോലെ തോന്നുന്നു, ചേച്ചിയെ പോലെ തന്നെ അനിയത്തിയും ഈ മേഖലയിൽ തിളങ്ങട്ടെ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാതെയാണ് മകളെ വളർത്തുന്നത്. അവൾ ആരാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഏത് മേഖല വേണം എന്നത് അവൾ തന്നെ തീരുമാനിക്കട്ടെ. എമ്പുരാനിലെ പാട്ട് മുതൽ ശ്രദ്ധിച്ചതാണ് ഈ ശബ്ദം. മാതാപിതാക്കൾക്ക് അഭിമാനമായി മാറിയ മകൾ. തിയേറ്ററിൽ കണ്ടത് മുതൽ ഈ ഗാനത്തിനായിട്ടുള്ള തിരച്ചിലായിരുന്നു. എത്ര നന്നായിട്ടാണ് പാടുന്നത് എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. മകളുടെ പാട്ട് ആസ്വദിച്ച് പൃഥ്വിരാജും സുപ്രിയയും സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. മകൾ പാടുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും സുപ്രിയ മേനോൻ ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. 11കാരിയായ കൊച്ചുമകളുടെ പാട്ടിനെക്കുറിച്ച് വാചാലയായ അച്ഛമ്മയായ മല്ലിക സുകുമാരനും എത്തിയിരുന്നു. കുടുംബാംഗങ്ങളെല്ലാം തന്നെ അല്ലിയുടെ പാട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. എമ്പുരാനിൽ പാടാൻ വന്നപ്പോൾ എത്രയാണ് പ്രതിഫലം എന്നായിരുന്നു മകൾ ആദ്യം ചോദിച്ചതെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ദീപക് ദേവിനോടും അതാണ് അവൾ ചോദിച്ചത്. പ്രൊഫഷണൽ സിംഗേഴ്സിനെ പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. പെട്ടെന്ന് തന്നെ പാടി ശരിയാക്കിയിരുന്നു. അങ്കിളിന് പെട്ടെന്ന് ദേഷ്യം വരും, എല്ലാവർക്കും പേടിയാണ് അദ്ദേഹത്തിന് എന്നൊക്കെയായിരുന്നു രാജു മോളോട് പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണോ എന്നറിയില്ല, അവൾ പറഞ്ഞതുപോലെ തന്നെ പാടുകയും ചെയ്തു. അധികം പറഞ്ഞു കൊടുക്കേണ്ടിയും വന്നില്ല എന്നായിരുന്നു അന്ന് മ്യൂസിക് ഡയറക്ടറായ ദീപക്. പഠനത്തിൻ്റെ തിരക്കിനിടയിലും പിയാനോയും വയലിനും മാർഷൽ ആർട്സും ഒക്കെ പരിശീലിക്കുന്നുണ്ട് അലങ്കൃത. മുംബൈയിലെ അംബാനി സ്കൂളിലാണ് അലങ്കൃത പഠിക്കുന്നത്. അവിടേക്ക് മാറിയതിൽ പിന്നെ വല്ലപ്പോഴുമാണ് കാണുന്നതെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു. അഭിമുഖങ്ങളിലെല്ലാം കൊച്ചുമക്കളെക്കുറിച്ച് വാചാലയാകാറുണ്ട് അവർ. മക്കളെയും മരുമക്കളെയും കണ്ടില്ലെങ്കിലും കൊച്ചുമക്കളെ കാണാതെ ഇരിക്കാനാകില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു. ഐ നോബഡി എന്ന ചിത്രത്തിലെ സർക്കസ് എന്ന ഗാനമാണ് അലങ്കൃത പൃഥ്വിരാജ് ആലപിച്ചിരിക്കുന്നത്. പുറത്തുവിട്ട ലിറിക്കൽ വീഡിയോയിൽ അലങ്കൃതയുടെ റെക്കോർഡിങ്ങിൻ്റെ BTS ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ആലി, മമ്മയും ഡാഡിയും നിന്റെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് സർക്കസ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത്. ഐ നോബഡിക്ക് ലഭിച്ച നിങ്ങളുടെ സ്നേഹത്തിനും നിരൂപണങ്ങൾക്കും ഫീഡ്ബാക്കിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഐ നോബഡിയിലെ സർക്കസ് എന്ന ഗാനം ഞങ്ങൾക്ക് വളരെ സവിശേഷമാണ്. കാരണം ഇത് പാടിയിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞ് അല്ലിയാണ്. വെറും 11 വയസ്സുകാരി. പ്രിയപ്പെട്ട അല്ലി, സംഗീതത്തിൽ നീ വളർത്തിയെടുത്ത അഭിനിവേശത്തിലും അർപ്പണബോധത്തിലും മമ്മയും ഡാഡയും അഭിമാനിക്കുന്നു. ഈ തീനാളം എന്നെന്നും കെടാതെ സൂക്ഷിക്കാൻ ഞങ്ങൾ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിസ്മയകരമായ ഗാനം അല്ലിയെ വിശ്വസിച്ചേൽപ്പിച്ചതിനും അവൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിനും ജെയ്ക്സ് അങ്കിളിന് നന്ദി. പൃഥ്വിരാജ് കുറിച്ചത് ഇങ്ങനെയാണ്. സെബ ടോമി വരികളെ ജെയ്ക്സ് ബിജോയാണ് ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്.